ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സോയാ ചങ്ക്സ് ഡ്രൈ റോസ്റ്റ് തയ്യാറാക്കാം. നാടൻ ടേസ്റ്റിലുള്ള സോയാ ചങ്ക്സ് റോസ്റ്റാണിത്. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. സോയാ ചങ്ക്സ് ഇത് ചെറുതാണ്, വലുതുമുണ്ട് ചെറുതുമുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ കടലയൊക്കെ പോലെയില്ലേ, വെള്ള കടലയൊക്കെ പോലെയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 കപ്പ് സോയാ ചങ്ക്സ്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. സോയാ ചങ്ക്സ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വീർത്ത് വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് കളയണം. എന്നിട്ട് അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് വെക്കാം. അപ്പോഴേക്കും സോയാ ചങ്ക്സിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോയാ ചങ്ക്സിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊക്കെ ഊറ്റിയിട്ട് സോയാ ചങ്ക്സ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം വലിയ സോയാ ചങ്ക്സ് ഒക്കെ ആണെങ്കിൽ ഓരോന്നും 2-3 കഷ്ണങ്ങളാക്കി എടുക്കാം. പക്ഷേ ഇവിടെ ചെറുതാണല്ലോ, അതുകൊണ്ട് ഞാനിത് മുഴുവനായിട്ട് എടുക്കുകയാണ്. വലുതൊക്കെ ആണെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് വരാം. സോയാ ചങ്ക്സ് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. എന്നിട്ട് അതിലേക്ക് പൊടികൾ കുറച്ച് റോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പെരുംജീരകം ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകം ചതച്ചെടുത്തിട്ടാണുള്ളത്. അപ്പോൾ പെരുംജീരകവും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. പൊടികൾ ചൂടായി വന്നിട്ടുണ്ട്. വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സോയാ ചങ്ക്സ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത്, നീളത്തിൽ അരിഞ്ഞതാണ്. സവാള ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് തക്കാളി, പച്ചമുളക്, 1 തക്കാളിയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, 1 മീഡിയം സൈസിലുള്ള ഇഞ്ചിയും 8 അല്ലി വെളുത്തുള്ളിയും രണ്ടും കൂടെ ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങാക്കൊത്ത് ഇങ്ങനെയുള്ള നാടൻ റോസ്റ്റിലൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൗഡേഴ്സാണ്. അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നാടൻ റെസിപ്പിയല്ലേ, കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഗരം മസാല ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു ഡ്രൈ റോസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ വെള്ളം അധികം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 1/2 കപ്പ് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് കുക്കർ എടുത്ത് വെക്കണം. അപ്പോൾ 3 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വെക്കാം. 3 വിസിൽ വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറിയതിന് ശേഷം തുറന്ന് നോക്കിയതാണ്. ഇപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇനി ഇത് ചൂടായിട്ട് വരുമ്പോൾ സോയാ ചങ്ക്സിൽ നിന്ന് കുറച്ചുകൂടെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്ത് നമുക്കിത് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പോൾ വീണ്ടും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള റോസ്റ്റാണിത്. കുരുമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ എരിവ് അത്ര താല്പര്യമില്ല, എരിവ് കുറച്ച് കുറക്കണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. ഞാൻ വീണ്ടും ഗരം മസാല ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. വീണ്ടും നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം.
ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്, നല്ല റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ്, ചിലപ്പോഴൊക്കെ മസാലയിൽ പഞ്ചസാരയൊക്കെ ചേർക്കും. ചിക്കൻ ആയാലും എഗ് മസാല ആയാലും ഒക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. സോയാ ചങ്ക്സിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ. ചിലതൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വെളിച്ചെണ്ണ കുറച്ച് കുറവായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില നുറുക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സോയാ ചങ്ക്സ് ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനും നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്